നമ്മൾ സുഖസമൃദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിതൃക്കളെ ഓർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുലദേവതയും ഓർക്കണം. ഇവർ രണ്ടുപേരും തൃപ്തരാണെങ്കിൽ നമ്മുടെ ജീവിതം സുഖസമൃദ്ധമായി മാറും. നമ്മുടെ കുലദൈവം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വസിക്കുന്നുണ്ട്. ചില വീടുകളിൽ കുലദൈവങ്ങൾക്ക് പ്രത്യേക സ്ഥാനം നൽകി ആരാധിക്കുന്നുണ്ട്. എന്നാൽ കുലദൈവങ്ങൾക്ക് പ്രത്യേക സ്ഥാനം നൽകാത്ത വീടുകളിൽ വീടിന്റെ പ്രധാന വാതിലിന് മുകളിലായാണ് കുലദൈവം വസിക്കുന്നത്. ഏതൊരു ശക്തിയെയും വീട്ടിലേക്ക് കടത്തിവിടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കുലദൈവങ്ങളാണ്. അതിനുവേണ്ടിയാണ് കുലദൈവം വീടിന്റെ പ്രധാന വാതിലിന് മുകളിലായി കുടികൊള്ളുന്നത്. കുലദൈവത്തിന്റെ സ്ഥാനം ഇവിടെ ആയതുകൊണ്ട് തന്നെ മറ്റേത് ദേവീ ദേവന്മാരും വീട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുലദൈവത്തിന്റെ അനുവാദം ആവശ്യമാണ്. ഇതുകൊണ്ടാണ് പറയുന്നത്, കുലദേവതയെ ആരാധിക്കാതെയും ബഹുമാനിക്കാതെയും ഇരുന്നാൽ നമ്മൾ ഏതൊക്കെ പൂജകളും ആരാധനകളും ചെയ്താലും ഒരു പ്രയോജനം ഉണ്ടാകില്ല എന്ന്. കാരണം നമ്മുടെ കുലദേവത തൃപ്തയല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന മറ്റെല്ലാ ദേവീ ദേവന്മാരെയും വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാതെ തിരികെ വിടും. അതിനാൽ കുലദേവതാ പ്രീതി ഏതൊരു വീടിന്റെയും സർവ്വ ഐശ്വര്യങ്ങൾക്കും വളരെ അനിവാര്യമാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തൊക്കെ പൂജകളും ആരാധനകളും വഴിപാടുകളും നടത്തിയിട്ടും ജീവിതത്തിൽ ഒരു പുരോഗതിയുമില്ല എന്ന്. അതിന്റെ കാരണം ഇതാണ്, അവരുടെ കുലദൈവം തൃപ്തരല്ല. ഇങ്ങനെയുള്ളവർ കുലദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ചിലർക്കാണെങ്കിൽ അവരുടെ കുലദൈവം ആരാണെന്ന് പോലും അറിയില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കുലദൈവം ആരാണെന്ന് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഇവിടെ പറയാൻ പോകുന്ന ഒരേ ഒരു പരിഹാരം ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പൂജകളും ആരാധനകളും നിങ്ങൾക്ക് ഫലപ്രദമായി മാറും. കുലദേവതയെ നമസ്കരിക്കാനുള്ള ഒരു ചെറിയ മന്ത്രം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും പറയണം. രാവിലെ ഉറക്കമുണർന്ന ഉടനെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പ്രധാന വാതിലിലൂടെ പുറത്ത് കടന്നതിന് ശേഷം വേണം ഇത് പറയാൻ. നിങ്ങൾ എപ്പോഴാണോ ഉറക്കമുണരുന്നത് അപ്പോൾ പറഞ്ഞാൽ മതി. ഒരു ദിവസം രാവിലെ നിങ്ങൾ ഏത് സമയത്ത് ഉറക്കമുണർന്നാലും അപ്പോൾ തന്നെ പ്രധാന വാതിലിലൂടെ വീടിന്റെ മുൻവശത്തിറങ്ങണം. അതായത് പ്രധാന വാതിൽ ക്രോസ് ചെയ്ത് പുറത്തിറങ്ങി തിരികെ അകത്തേക്ക് ദർശിച്ച് പ്രധാന വാതിലിന് മുമ്പിലായി നിന്നുകൊണ്ട് വേണം ഇത് പറയുവാൻ. ഇത് പറയുന്നതിന് യാതൊരു നിഷ്ഠകളും നിർബന്ധമില്ല. രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെന്നോ വിളക്ക് തെളിയിക്കണമെന്നോ ഒരു ചന്ദനത്തിരി കത്തിക്കണമെന്നോ ഒന്നും യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ പറയേണ്ട മന്ത്രം ഇതാണ്: പ്രഥമം നമാമി കുലദേവിയെ രക്ഷ രക്ഷ മമ പരിവാരം ശിരസാ നമാമി പുന പുന കാര്യേഷു സഫലം ഭവേ. ഇത് എല്ലാ ദിവസവും ഉറക്കമുണർന്ന ഉടനെ പ്രധാന വാതിലിന് വെളിയിലായി വന്ന് ഒരു തവണ പറയണം. നിങ്ങളുടെ കുലദേവത വളരെ ഹാപ്പിയായി. കുലദേവത ഹാപ്പിയായാൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സഫലമാകും.